എടാ, നീ നിരന്തരം എന്നോട് പക വീട്ടുക. ഞാനത് തൽക്കാലം ക്ഷമിക്കുന്നതേ. ഇവൻ പറഞ്ഞതുപോലെ എനിക്കും ഒരു ദിവസം വരും. നിങ്ങൾക്ക് എത്ര രൂപ കിട്ടിയെന്ന് എനിക്കും ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. ഇവളെ വല്ല ചെങ്ങലയിലും കെട്ടി ഊളം പറയലാക്ക്. ഡാടാ, നീ ഇതിലൊന്നും ഇടപെടണ്ട. അളിയൻ അടങ്ങി നിക്ക്, അല്ലെങ്കിലേ തടി കേടാവും. നീ നിന്റെ അമ്മയും കൂടെ എത്ര വെള്ളിക്കാശിനാ പ്രസ്ഥാനത്ത് ഒറ്റിയത്? ആ കാര്യമായി ഇരുന്നവള് ചോദിച്ചത്. ഏയ്, നിന്നോടാ മര്യാദയ്ക്ക് നിൽക്കാൻ പറഞ്ഞ. നിങ്ങളും മകനും കുറെ നാളായിട്ട് ആനന്ദം പിള്ളയുടെ പുറകെയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് മന്ത്രിയാകാൻ വേണ്ടി നിങ്ങളും ദേവനും ആനന്ദപിള്ളയും ചേർന്നല്ലേ എന്റെ അച്ഛനെ വീഴ്ത്തിയത്. എടി, കെട്ടുകഥകൾ ഉണ്ടാക്കി വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ എന്റെ മകനെ പോലെ സ്നേഹിക്കുന്ന എന്റെ കൂടപ്പിറപ്പിനെ ഞാൻ വീഴ്ത്തിയെന്നോ? പിന്നെ മകൻ ഒരമ്മ. നിങ്ങളുടെ കള്ളത്തരങ്ങളും നിങ്ങൾ എന്റെ അച്ഛന്റെ മുന്നിൽ കിടന്ന് കളിക്കുന്ന നാടകമൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു തെളിവുമില്ലാതെ നീ വെറുതെ അപവാദം വിളിച്ച് പറയരുത്. പറഞ്ഞേക്കാം. ഋതുമോള് പറഞ്ഞാൽ സത്യം ഉണ്ടെന്നേ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതാണല്ലോ ഹോസ്പിറ്റലിൽ കിടന്ന ഏട്ടന് ബോധം തെളിയുന്നതിന് മുമ്പ് നിങ്ങൾ മന്ത്രി കസേരയിൽ കയറിയിരുന്ന്. എന്താടി നീയൊക്കെ സംഘം ചേർന്ന് ആക്രമിച്ച അംബിക വർമ്മ അങ്ങ് പേടിച്ചു പോന്ന് കരുതിയോ? ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലേ തെളിവ് കൊണ്ടുപാടി, അപ്പൊ ഞാൻ മറുപടി പറയാം. അല്ലാതെ ഇവരുടെയൊക്കെ മുന്നിലേ ഓവർ സ്മാർട്ട് കളിക്കാൻ വേണ്ടി വായി തോന്നൊക്കെ വിളിച്ച് പറയരുത്. പറഞ്ഞേക്കാം. നിങ്ങളെ മന്ത്രിയാക്കിയത് പാർട്ടി പ്രസിഡന്റ് ആയിരുന്ന ആനന്ദം പിള്ളയാ. എന്താ അത് സത്യമല്ലേ? സത്യമല്ല. പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാരാ എന്നോട് അപേക്ഷിച്ചത്. അങ്ങനെയാ ഞാൻ മന്ത്രിയായത്. അയ്യോ, ഇവര് മന്ത്രിയായില്ലെങ്കിലേ ഈ സംസ്ഥാനം മൊത്തം കടലെടുക്കുമായിരുന്നു. കാൽക്കാശിന് വിവരമില്ലാത്തൊരു മന്ത്രി. അംബികയും മരങ്ങോടനും അനന്തപിള്ളയും ഒറ്റ കയ്യാ. അതാണല്ലോ ലോക്കപ്പിൽ കിടന്നപ്പോ അയാൾ ജാമ്യത്തിന് വന്നത്. നിങ്ങളെല്ലാവരും കൂടി ചേർന്നാണല്ലോ എന്റെ അച്ഛനെ തോൽപ്പിക്കാൻ വേണ്ടി ഈ പ്രസ്ഥാനത്തെ തകർത്തത്. ഈ സത്യം നിങ്ങളിപ്പോ എന്റെ അച്ഛന്റെ മുൻപിൽ പറയണം. ഇല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഞാനത് പറയിപ്പിക്കും. തൽക്കാലം അവരെ വിട്. വർമ്മ സാർ ഒന്നാമത് ടെൻഷനില്ല. ഇനി ഇതുകൂടി കേൾക്കുമ്പോ സാറിന്റെ ടെൻഷൻ ഇരട്ടിയാവും. ഇവർക്കുള്ള പൊതുവിചാരണയ്ക്കും വിധിക്കും സമയം ഇനിയും കിടക്കുമല്ലേ? അത് വർമ്മ സാറിന്റെ കോടതിയില് സാറ് തന്നെ വിധി പറയുന്നൊരു ദിവസം വരും. വിളിച്ചോണ്ട് പോടാ നിന്റെ അമ്മയെ. എടാ, നീ നിരന്തരം എന്നോട് പക വീട്ടുക. ഞാനത് തൽക്കാലം ക്ഷമിക്കുന്നതേ. ഇവൻ പറഞ്ഞതുപോലെ എനിക്കും ഒരു ദിവസം വരും. നീ കരുതിയിരുന്നോടി. പാടാ. അഴിമതി വീരനായ പ്രതാപവർമ്മയെയും കിട്ടിയ തക്കത്തിന് കോടികളുടെ അഴിമതി കാണിച്ച അയാളുടെ പെങ്ങൾ അംബികയെയും പാർട്ടിയിൽ നിന്നും ഡിസ്മിസ് ചെയ്തിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ പാർട്ടി പ്രവർത്തകർ ഇവിടെ നിൽക്കുന്നത്. എനിക്കിതങ്ങ് ഇഷ്ടപ്പെട്ടു. ആ പ്രതാപവർമ്മയുടെ പ്രതാപകാലം കഴിഞ്ഞു. പണിയേ 16-ന്റെയാ കിട്ടിയത്. എടാ, അയാളുടെ പാർട്ടി പിളർന്നല്ലേ? അയ്യോ, പിളർന്നു പറഞ്ഞാൽ ശരിയാവില്ല. പന്നിപ്പടക്കം പൊട്ടും പോലെ പൊട്ടി ചിതറിപ്പോയി. എടാ, എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ന്യൂസാടാ കേൾക്കേണ്ടത്. എന്തായിരുന്നു ആ ഋതികയുടെ അഹങ്കാരം? ഇനി അവളുടെ മുഖമൊന്നും എനിക്ക് കാണണം. വർമ്മയ്ക്കും മോക്കുവേ അല്ലെങ്കിലും കുറെ നാളായിട്ട് നല്ല പണിയാ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബോംബ് ബ്ലാസ്റ്റിനാൽ കഷ്ടിച്ചാ രക്ഷപ്പെട്ടത്. ദേ ഇപ്പോ അനന്തം പിള്ളയുടെ വക അടുത്ത പണി. എടാ, എനിക്കിതൊന്ന് ആഘോഷിക്കണം. ഞാൻ ഇപ്പൊ വരാം. അമ്മ എവിടെ പോവാ?
ഞാൻ ഇപ്പൊ വരാടാ. ദേ നിന്റെ വീട്ടിൽ ചെന്നേ അവരുടെ മെക്കിട്ട് കേറാനാ പോക്ക്. ചെല്ലട്ടെ. എന്റെ വീട്ടുകാർക്ക് ഈ 2 ഡോസ് കിട്ടണം. അനന്തം പിള്ളയും 38 MLA-മാരും അനവധി സംസ്ഥാന നേതാക്കളും പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. മാഡം, ഈ വെള്ളം കുടിക്കേ. മാഡം വിഷമിക്കാതെ. അദ്ദേഹം വളരെ ശക്തനും ബുദ്ധിമാനുമായ, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും കഴിവുള്ള ചുരുക്കം ചില മിനിസ്റ്റർമാരിൽ ഒരാളല്ലേ. അദ്ദേഹത്തിന് ഈ സാഹചര്യമൊക്കെ നിസ്സാരമായിരിക്കും. എനിക്ക് തോന്നുന്നത് സാർ ഇപ്പൊ തന്നെ എന്തെങ്കിലും ബുദ്ധിപൂർവമായ തീരുമാനം എടുത്തിട്ടുണ്ടാവുന്ന. സുജാതെ, ആശ്വാസമാക്കുന്ന രീതിയിൽ നീ പറയുന്നതൊന്നും ഇപ്പൊ എന്റെ തലയിൽ കേറില്ല. നീ എനിക്ക് ആ BP ടാബ്ലറ്റ് ഒന്ന് എടുത്തതാ. എല്ലാം കൂടെ കേട്ടിട്ട് എനിക്ക് തല പെരുക്കുവാ. ദാ നീ പറയുന്ന ശരി തന്നെയാ. അദ്ദേഹം വളരെ ബുദ്ധിമാനും ശക്തനും ഒക്കെ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ അല്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി പൂർണ്ണമായിട്ടും പഴയതുപോലെ ആയിട്ടില്ല. മനസ്സിനുണ്ടാകുന്ന ചെറിയ മുറിവുകൾ പോലും അദ്ദേഹത്തിന്റെ ശരീരത്തില് ഇരട്ടി പ്രഹരം ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് മാഡം. പക്ഷെ മാഡം ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന കാണുമ്പോ എന്റെ ആദ്യം പരവേശമൊക്കെ അദ്ദേഹത്തിന് ഓർത്താ. പാവം, ഇപ്പൊ എന്ത് ചെയ്യാവും? അദ്ദേഹത്തിന്റെ ചിന്തകൾക്ക് ഒരു തരി തീ വീണാല് ആ തീ ആളെ കത്തിക്കൊണ്ടിരിക്കും. പിന്നെ അദ്ദേഹം എടുക്കുന്ന ചില തീരുമാനങ്ങള് തെറ്റിപ്പോയിട്ടുണ്ട്. എന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ. നമുക്ക് ഋതുമോളെ ഒന്ന് വിളിച്ച് സംസാരിച്ചാലോ? ഇപ്പൊ വേണ്ട, അവളും ടെൻഷനിലാവും. വർമ്മ സാറിന്റെ ആരോഗ്യസ്ഥിതി പോലും കണക്കിലെടുക്കാതെ ഇങ്ങനെ ഒരു സാഹചര്യത്തില് അദ്ദേഹത്തെ അനന്തപിള്ള ഉപദ്രവിക്കുന്നത് വളരെ മോശം. അവൻ ഒരു കാലത്തും ഗതി പിടിക്കാതെ പോത്തേയുള്ളൂ. ഇത് രാഷ്ട്രീയമല്ല സുജാതെ. വീണ് കിടക്കുന്നവനെ കല്ലെറിഞ്ഞില്ലാതാക്കാനേ ശത്രുക്കൾ ശ്രമിക്കൂ. മരണത്തിലേക്ക് വഴുതി പോകാതെ അദ്ദേഹത്തെ കൈപിടിച്ചുയർത്താൻ ദൈവം എനിക്കൊരു അവസരം തന്നു. പക്ഷേ ഇപ്പോ ഈ ചതിക്കുഴിയിൽ നിന്നും അദ്ദേഹത്തെ ഞാൻ എങ്ങനെ? ശത്രുക്കളും സ്വന്തം സഹോദരിയും വർമ്മ സാറിനെ എത്ര തളർത്തിയാലും ജനങ്ങളുടെ മനസ്സില് സാറുണ്ടാക്കി വെച്ച ഇമേജിന് ഒരു കോട്ടവും വരില്ല മാഡം.